വെൽക്കം ബാക്ക് ടു ഇൻജീനിയസ് അക്കൗണ്ട്സ് ആൻഡ് കോമേഴ്സ്. ഇന്ന് നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം. ഡിപ്രീസിയേഷൻ. എന്താണ് ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷൻ ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ്. ദെൻ എന്താണ് ഫിക്സഡ് അസറ്റ്സ്? ഫിക്സഡ് അസറ്റ്സ് ആർ ദ അസറ്റ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ബിസിനസ് ഫോർ മോർ ദാൻ വൺ അക്കൗണ്ടിങ് ഇയർ. ഒരു അസറ്റ് പർച്ചേസ് ചെയ്ത് ഒന്നിൽ കൂടുതൽ വർഷങ്ങളിൽ യൂസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്തരത്തിലുള്ള അസറ്റ്സിനെയാണ് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ ഇതെല്ലാം ഫിക്സഡ് അസറ്റ്സ് ആണ്. ഇത്തരത്തിലുള്ള അസറ്റ്സ് പർച്ചേസ് ചെയ്താൽ നമുക്ക് ഒന്നിൽ കൂടുതൽ വർഷങ്ങൾ യൂസ് ചെയ്യാനായി സാധിക്കും. ആൻഡ് ഫിക്സഡ് അസറ്റ്സ് യൂസ് ചെയ്യും തോറും അതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന്, ഒരു മോട്ടോർ വെഹിക്കിൾ വാങ്ങി ഒരു വർഷം യൂസ് ചെയ്തതിന് ശേഷം നമ്മളത് വിൽക്കുകയാണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്ത പ്രൈസിന് തന്നെ നമുക്കത് വിൽക്കാൻ സാധിക്കാറില്ല. അതിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടാകും. ദെൻ ഫിക്സഡ് അസറ്റ്സ് ടെൻഡ് ടു റെഡ്യൂസ് ദെയർ വാല്യൂ വൺസ് ദേ ആർ പുട്ട് ടു യൂസ്. അങ്ങനെ ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂവിൽ വരുന്ന കുറവിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ദെൻ ഡിപ്രീസിയേഷൻ ഈസ് ദ കണ്ടിന്യൂസ് ആൻഡ് പെർമനൻറ്റ് ഡിക്രീസ് ഇൻ ദ ബുക്ക് വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഡ്യൂ ടു യൂസ്, ലാപ്സ് ഓഫ് ടൈം എക്സെട്ര. ഉപയോഗം കൊണ്ടോ കാലപ്പഴക്കം കൊണ്ടോ ഫിക്സഡ് അസറ്റ്സിൻ്റെ ബുക്ക് വാല്യൂവിൽ വരുന്ന കണ്ടിന്യൂസ് ആൻഡ് പെർമനൻറ്റ് ഡിക്രീസിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡിപ്രീസിയേഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ്സ് എ ഡിക്ലൈൻ ഇൻ ദ ബുക്ക് വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഓർ ഡിക്രീസ് ഇൻ ദ ബുക്ക് വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സിൻ്റെ ബുക്ക് വാല്യൂവിൽ വരുന്ന കുറവാണ് ഡിപ്രീസിയേഷൻ. ആൻഡ് it includes the loss of value due to passage of time, usage or obsolescence, etc. ഡിപ്രീസിയേഷനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. പാസേജ് ഓഫ് ടൈം, യൂസേജ്, ഒബ്സോളസൻസ് ഇതെല്ലാമാണ് ഡിപ്രീസിയേഷൻ്റെ കാരണങ്ങൾ. ഒബ്സോളസൻസ് എന്ന് പറയുമ്പോൾ ഒരു അസറ്റ് ഔട്ട്ഡേറ്റഡായി അതിൻ്റെ വാല്യൂ കുറയുന്നതിനെയാണ് ഒബ്സോളസൻസ് എന്ന് പറയുന്നത്. ദെൻ ഡിപ്രീസിയേഷൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? പാസേജ് ഓഫ് ടൈം, യൂസേജ്, വെയർ ആൻഡ് ടയർ, ഒബ്സോളസൻസ് എക്സെട്ര ഇതെല്ലാമാണ് ഡിപ്രീസിയേഷൻ്റെ കാരണങ്ങൾ. ഇനി ഇറ്റ് ഈസ് എ കണ്ടിന്യൂയിങ് പ്രോസസ്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. കുറച്ച് നാളത്തേക്ക് മാത്രമുള്ള കുറവല്ല, കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അസറ്റിൻ്റെ വാല്യൂവിൽ വരുന്ന കുറവ് കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇനി ഇറ്റ് ഈസ് എൻ എക്സ്പയർഡ് കോസ്റ്റ് ആൻഡ് ഹെൻസ് മസ്റ്റ് ബി ഡിഡക്റ്റഡ് ബിഫോർ കാൽക്കുലേറ്റിംഗ് ദ ടാക്സബിൾ പ്രോഫിറ്റ്. ഇറ്റ് ഈസ് എൻ എക്സ്പയർഡ് കോസ്റ്റ് ഓർ ഓൾറെഡി ഹാപ്പൻഡ് കോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ടാക്സബിൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ എക്സ്പെൻസ് ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇറ്റ്സ് എ നോൺ ക്യാഷ് എക്സ്പെൻസ്. ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. അതായത് ഈ എക്സ്പെൻസിനായി നമുക്ക് ക്യാഷ് ഔട്ട്ഫ്ലോ ഒന്നും വരുന്നില്ല. ഇത് ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ റൈറ്റ് ഓഫ് ചെയ്യുന്നതാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ ഓൾറെഡി ഇൻകർ ചെയ്ത് കഴിഞ്ഞു. ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ റൈറ്റ് ഓഫ് ചെയ്യുകയാണ് ഡിപ്രീസിയേഷനിലൂടെ ചെയ്യുന്നത്. ഡിപ്രീസിയേഷൻ റൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാഷ് ഔട്ട്ഫ്ലോ ഒന്നും വരുന്നില്ല. ഓക്കെ, ഇത്രയുമാണ് ഡിപ്രീസിയേഷൻ്റെ ഫീച്ചേഴ്സ്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായി നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് അതെന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യമായി കോസ്റ്റ് ഓഫ് ദ അസറ്റ്. അസറ്റിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് അറിയണം. അസറ്റിൻ്റെ കോസ്റ്റാണ്. കോസ്റ്റ് എന്ന് പറയുമ്പോൾ പർച്ചേസ് പ്രൈസ് മാത്രമല്ല. ഒരു അസറ്റ് പർച്ചേസ് ചെയ്ത് അത് യൂസബിൾ കണ്ടീഷനിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള അല്ലെങ്കിൽ യൂസബിൾ കണ്ടീഷനിലേക്ക് എത്തിക്കാനായി ഇൻകർ ചെയ്യുന്ന എല്ലാ എക്സ്പെൻസസും അസറ്റിൻ്റെ കോസ്റ്റായി തന്നെ കൺസിഡർ ചെയ്യാം. ദെൻ അസറ്റ് പർച്ചേസ് ചെയ്ത് അത് ബിസിനസ് പ്രിമിസസിലേക്ക് കൊണ്ടുവരാനായി വരുന്ന ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്, അസറ്റിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജസ്, രജിസ്ട്രേഷൻ കോസ്റ്റ് ഇത്തരത്തിലുള്ള എക്സ്പെൻസസ് എല്ലാം തന്നെ അസറ്റിൻ്റെ കോസ്റ്റായി കൺസിഡർ ചെയ്യാം. ദെൻ കോസ്റ്റ് ഓഫ് ദ അസറ്റ് ഈസ് ഈക്വൽ ടു പർച്ചേസ് പ്രൈസ് പ്ലസ് കോസ്റ്റ് വിച്ച് ആർ നെസസറി ടു പുട്ട് ദ അസറ്റ് ഇൻ യൂസ്. അതാണ് കോസ്റ്റ് ഓഫ് ദ അസറ്റ്. ഇനി അടുത്തതായി വേണ്ടത് എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ്. എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫാണ്, ഫിസിക്കൽ ലൈഫല്ല. അതായത് ഒരു അസറ്റ് എത്ര കാലം ഇഫക്റ്റീവായി അല്ലെങ്കിൽ ഇക്കണോമിക്കലായി യൂസ് ചെയ്യാൻ സാധിക്കും, അതിൻ്റെ ഒരു എസ്റ്റിമേഷൻ ആവശ്യമാണ്. എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് പീരീഡ്. ഇനി
എസ്റ്റിമേറ്റഡ് നെറ്റ് റെസിഡ്യുവൽ വാല്യൂ ഓർ സ്ക്രാപ്പ് വാല്യൂ. അസറ്റിൻ്റെ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് പീരീഡിന് ശേഷം ആ അസറ്റ് എത്ര എമൗണ്ടിന് വിൽക്കാൻ സാധിക്കും, ആ എമൗണ്ടിനെയാണ് നെറ്റ് റെസിഡ്യുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 1 lakh റുപ്പീസിന് ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു. ആ അസറ്റ് നമുക്ക് 5 years യൂസ് ചെയ്യാം. 5 yearsന് ശേഷം ആ അസറ്റ് നമുക്ക് 10,000 റുപ്പീസിന് സെയിൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ 10,000 റുപ്പീസിനെയാണ് നെറ്റ് റെസിഡ്യുവൽ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ അസറ്റിൻ്റെ എസ്റ്റിമേറ്റഡ് നെറ്റ് റെസിഡ്യുവൽ വാല്യൂ എത്രയാണെന്ന് അറിയണം. ആൻഡ് ഡിപ്രീഷ്യബിൾ കോസ്റ്റ്. ഡിപ്രീഷ്യബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ദ അസറ്റ് മൈനസ് നെറ്റ് റെസിഡ്യുവൽ വാല്യൂ. ഡിപ്രീഷ്യബിൾ കോസ്റ്റിന്മേലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഓർ ഡീറ്റെയിൽസ് റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായി ആവശ്യമായ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഇനി അടുത്തതായി ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ 2 ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതേതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, രണ്ടാമത്തേത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ആദ്യത്തേത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അസറ്റിൻ്റെ കോസ്റ്റിന്മേലാണ്. കോസ്റ്റ് ഓഫ് ദ അസറ്റിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആയിട്ടാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് ദ അസറ്റ് എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷനും എല്ലാ വർഷങ്ങളിലും സെയിം എമൗണ്ട് ആയിരിക്കും. ദെൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ കോസ്റ്റ് ഓഫ് ദ അസറ്റിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കോസ്റ്റ് ഓഫ് ദ അസറ്റിന്മേലല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ബുക്ക് വാല്യൂ ഓഫ് ദ അസറ്റിന്മേലാണ്. അസറ്റിൻ്റെ ബുക്ക് വാല്യൂ എത്രയാണോ ആ ബുക്ക് വാല്യൂവിന്മേലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അസറ്റിൻ്റെ ബുക്ക് വാല്യൂ എല്ലാ വർഷവും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ ഡിപ്രീസിയേഷൻ എമൗണ്ടും എല്ലാ വർഷവും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഈ 2 മെത്തേഡ്സാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായുള്ള 2 ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ്. ഡിപ്രീസിയേഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.